40 വർഷത്തെ സേവന പാരമ്പര്യവുമായി കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷന്റെ 6ാമത് സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഓട്ടുപാറ, പരുത്തിപ്ര. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗവും പൂരം സ്മരണികയായ കാളിച്ചക്രയുടെ പ്രകാശന കർമ്മവും നടന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ ജനറൽ DGP K. പത്മകുമാർ IPS ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവും പരിസരവും ഉത്രാളിക്കാവിൻ്റെ ഉത്സവം വരുമ്പോൾ എല്ലാ കാലത്തും എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിനേക്കാളും ഉത്രാളിക്കാവ് ക്ഷേത്രവും പരിസരവും ഇവിടുത്തെ പൂരമാണ് എൻ്റെ മനസ്സിൽ. ഒന്ന് നമ്മൾ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും തിരുവിതാംകൂറിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ക്ഷേത്രം, അതിൻ്റെ മനോഹാരിത. ചുറ്റും വേറെ കെട്ടിടങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വരാതെ നിങ്ങൾ നോക്കണം. ഇവരുടെ ഫ്ലാറ്റുകളും ഒന്നും വരാതെ കഴിയുന്നു. അതുപോലെ തന്നെ എന്നാലേ ആ ക്ഷേത്രത്തിൻ്റെ ഭംഗിയും മഹത്വവും ഉണ്ടാകുന്നു. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ ക്ഷേത്രത്തിനോട് വിദേശത്തോട് പ്രത്യേകതയുണ്ട്. പിന്നെ വിനോദത്തിൻ്റെ രക്ഷാധികാരികളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയാറും അതിനുശേഷം പങ്കെടുക്കാറും. അടുത്ത വർഷത്തെ ഉത്സവത്തിൻ്റെ പൂരത്തിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ തുടക്കം കൂടിയാണ് ഇന്നത്തെ യോഗം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത പൂരം വളരെ ഭംഗിയായി നടക്കട്ടെ. സത്യം പറഞ്ഞാൽ അടുത്ത പൂരം ഭംഗിയായി നടക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും പറയും അയാളെ കൊടുക്കാണ് ചെയ്തു അപ്പം വിചാരിച്ചാണ് അത് എല്ലാ കുഴപ്പമായിട്ട്. അങ്ങനെ ദൈവം വിചാരിക്കരുത്, ഞാൻ നല്ല മനസ്സോടെയാണ് അത് ചെയ്യുന്നത്. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരത്തിന് കൃത്യസമയത്ത് തന്നെ ധനസഹായം ലഭ്യമാക്കിയ ടൂറിസം വകുപ്പിനോടും ബന്ധപ്പെട്ട അധികാരികളോടും യോഗം കൃതജ്ഞത രേഖപ്പെടുത്തി. പൂരത്തിന്റെ ആചാരപരമായുള്ള വെടിക്കെട്ട് നടത്തുന്നതിനായി പെസോ നിയമങ്ങളിൽ കാലാനുസൃതമായി ഓരോ സംസ്ഥാനത്തിനും അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുവാനുള്ള ധനസഹായം വർദ്ധിപ്പിക്കുവാൻ നിരന്തരം കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അനുഭാവപൂർണമായ സമീപനം ദേവസ്വം ബോർഡിൽ നിന്നും നാളിതുവരെ ഉണ്ടായിട്ടില്ല. മുൻകാല പ്രാബല്യത്തോടുകൂടി ധനസഹായം ലഭ്യമാക്കുവാൻ വേണ്ടിയുള്ള സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും കേരള സർക്കാരിനോട് യോഗം രേഖാമൂലം ആവശ്യപ്പെട്ടു. അടുത്ത പ്രദേശമായ കുണ്ടന്നൂരിൽ കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന് കീഴിൽ ഫയർ വർക്ക്സ് പാർക്ക് തുടങ്ങുവാൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പദ്ധതി നടപ്പിൽ വരികയാണെങ്കിൽ പ്രാദേശികമായ എല്ലാ ഉത്സവങ്ങൾക്കും പ്രയോജനപ്പെടുകയും നിരവധി ആളുകൾക്ക് തൊഴിൽ കണ്ടെത്തുവാനും സാധിക്കും. പദ്ധതിയുടെ മേൽ നടപടികൾക്ക് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകണമെന്ന് യോഗം ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിച്ചു. 2024 പൂരത്തിന്റെ ഏടുകൾ കോർത്തിണക്കിക്കൊണ്ട് പുറത്തിറക്കിയ കുമരനെല്ലൂർ ദേശത്തിന്റെ സ്മരണിക കാളിച്ചക്രയുടെ പ്രകാശന കർമ്മം DGP K. പത്മകുമാർ IPS V. മുരളിക്ക് നൽകി നിർവഹിച്ചു. സ്മരണികയുടെ കോപ്പിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഡോക്ടർ PS മോഹൻദാസ് നിർവഹിച്ചു. പൂരത്തിനു വേണ്ടി നിഷ്കാമമായി നിരന്തരം പ്രവർത്തിക്കുന്ന മുകുന്ദൻ കൊളാഞ്ചേരി, ശ്രീനാഥ് പുഴങ്കര, രാഹുൽ ഓലശ്ശേരി, PA വിപിൻ എന്നിവർക്ക് ആദരവ് നൽകി. V. ശ്രീധരൻ, TK സനീഷ്, KR രമേശ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 2024 പൂരത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ പ്രസാദ് പൂക്കോട്ട് അവതരിപ്പിച്ചു. പൂരത്തിനു വേണ്ടി സഹകരിച്ച വിവിധ മേഖലകളിലുള്ളവരോടുള്ള കൃതജ്ഞത കുമരനെല്ലൂർ ദേശം ജനറൽ സെക്രട്ടറി PA വിപിൻ രേഖപ്പെടുത്തി. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് V. മുരളി, ശശികുമാർ കൊടക്കാടത്ത്, അജിത് കുമാർ മല്ലയ്യ, VR സുരേഷ് കുമാർ, PN വൈശാഖ്, PN ഗോകുലൻ, PN രാജൻ, CA ശങ്കരൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് 2025 പൂരം നടത്തിപ്പിനായി പുതിയ കമ്മിറ്റി ഭാരവാഹികളെ കുമരനെല്ലൂർ ദേശത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു. രക്ഷാധികാരികളായി AKA മേനോൻ, ഡോക്ടർ PS മോഹൻദാസ്, AP ജനാർദ്ദനൻ, പ്രസിഡന്റ് AK സതീഷ് കുമാർ, ജനറൽ സെക്രട്ടറി PA വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളാഞ്ചേരി, ചീഫ് കോർഡിനേറ്റർ വിജയൻ പൂണോത്ത്, ട്രഷറർ P. പ്രസാദ്, ജനറൽ കൺവീനർ KR രമേശ് എന്നിവരെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. BCV ന്യൂസ്, കുമരനെല്ലൂർ.